എവ്രിവൺ, എല്ലാവർക്കും വേദാന്ത മലയാളം ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ക്രിസ്മസ് എക്സാമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പേപ്പറൊക്കെ കിട്ടി. ഇനി എന്താ പറയുക, നമ്മുടെ ബോർഡ് എക്സാമിന് എങ്ങനെ പഠിക്കണം എന്നുള്ള ധാരണയൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ പോക്ക് പോയാൽ മതിയോ, ഒരു ഉഴപ്പം മട്ടാണോ, ഇനി ഞാൻ ഒരുപാട് കൂടുതൽ പഠിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കൂടുതൽ ആളുകളും ഓക്കെ ഇന്ന് മുതൽ ഞാൻ പഠിച്ചു തുടങ്ങാം എന്നുള്ളൊരു ഡിസിഷനൊക്കെ എടുക്കുന്ന ഒരു സമയമാണത്. നമ്മുടെ എന്താ പറയുക, മോഡൽ എക്സാംസും വരികയാണ്, നമ്മുടെ ബോർഡ് എക്സാമിനും വരാൻ ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് എല്ലാം പഠിച്ച് സെറ്റാക്കി വെക്കണം. അതുകൊണ്ട് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഈസ് അമീൻസ്. 2 ചാപ്റ്ററാണ് നമുക്കിനി ബാക്കിയുള്ളത്, അമീൻസ് ആൻഡ് ബയോമോളിക്യൂൾസ്. സോ നമ്മൾ ഇന്ന് ഫ്രഷ് ആയിട്ട് അമീൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അമീൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങൾ ആരുണ്ട്, അമീൻസ് ഉണ്ട്. നമ്മുടെ പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അമീൻസിൻ്റെ പ്രസൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ അമീൻസ്, എന്താണ് നിങ്ങൾ അമീൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇന്നോട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വൺസ് അഗെയിൻ വെൽക്കം ടു വേദാന്ത മലയാളം. ദിസ് ഇസ് മീ ഷിബില, യുവർ കെമിസ്ട്രി മാസ്റ്റർ ടീച്ചർ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കാരണം നമ്മൾ ഒരുപാട് അടിപൊളി വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ ചാപ്റ്ററിൻ്റെ NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആയാലും, ചാപ്റ്ററിൻ്റെ 1 ഷോട്ട് വീഡിയോസ് ആയാലും, ചാപ്റ്ററിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽഡ് ലൈവ് വീഡിയോസ് ആയാലും എല്ലാം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ആൻഡ് ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ലൈക്ക് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. തീർച്ചയായിട്ടും ഇതൊരു പഠനാവശ്യമായിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. സോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കൂടുതൽ എന്താ പറയുക ബോറടിപ്പിക്കാതെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ പെട്ടെന്ന് കിടക്കാം. സോ അമീൻസിൻ്റെ ഇൻട്രഡക്ഷനാണ് ഫസ്റ്റ് നമുക്കിവിടെ പറയുന്നത്. സോ എന്താണ് അമീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ഒരാളുണ്ട്. ആരാണ് അമീൻസ്? നമുക്കറിയില്ലെങ്കിൽ നമുക്കറിയുന്ന ആളാണ് ആര്? അമോണിയ. അമോണിയയിലുള്ള ഓരോ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒന്നുകിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു അരൈൽ ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അമീൻസ് എന്നുള്ളത്. സോ നിങ്ങൾ നോക്കുക, അമോണിയയിൽ നിന്നും ഞാൻ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ഒരു 6 ഗ്രൂപ്പിനെ കൊണ്ടുവന്നാൽ അതെന്തായിട്ട് മാറും? RNH2 ആയിട്ട് മാറും. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ഓഫ് എന്താണ്? അമീനാണ്. ഇനി അവിടെ ഞാൻ അരൈൽ ഗ്രൂപ്പിനെ കൊണ്ടുവന്നാൽ എന്താവും? ARNH2 ആയിട്ട് മാറും. ഇനി എനിക്ക് വേണമെങ്കിൽ ഒരു ഹൈഡ്രജനെയും കൂടെ അവിടെ നിന്ന് കളയാം, എന്നിട്ട് ഞാൻ വേറൊരു R ഗ്രൂപ്പിനെ അവിടെ കൊണ്ടുവരാണ്, RNHR'. ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്ന ഈ ഇങ്ങനത്തെ കോമ്പൗണ്ട്സിനെ, ഇതിനെല്ലാത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അമീൻസ് എന്നാണ് നമ്മൾ ഇവരെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ആൻഡ് ബൈ ദ വേ ഈ ചാപ്റ്ററിൻ്റെ NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ഓഫ് അമീൻസ് ആണ്. സോ ബേസ്ഡ് ഓൺ എന്താണ് നമ്മൾ അമീൻസിനെ ക്ലാസിഫൈ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമീൻസിലുള്ള നൈട്രജൻ എത്ര കാർബൺ ആറ്റമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യാം? അമീൻസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് കഴിയും. എങ്ങനെയൊക്കെയാണ്? നമുക്കറിയാം, അമോണിയയിലുള്ള ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവരെ ക്ലാസിഫൈ ചെയ്യുന്നത്. ബൈ റീപ്ലേസിങ് 1 ഹൈഡ്രജൻ ആറ്റം, അതായത് ഒരു കാർബൺ ആറ്റം ആയിട്ടാണ് ഇവർ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അവരെ നമുക്ക് എന്ത് വിളിക്കാം? പ്രൈമറി അമീൻസ് എന്ന് വിളിക്കാം. 2 ഹൈഡ്രജനെ റിമൂവ് ചെയ്തിട്ട് 2 ആൽക്കൈൽ ഗ്രൂപ്പ് അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് എങ്ങനെ വിളിക്കാം? സെക്കൻഡറി അമീൻസ് എന്ന് വിളിക്കാം. സോ പ്രൈമറി അമീൻസിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, NH2 ഗ്രൂപ്പ് അവിടെ ഉണ്ടെങ്കിൽ ദേ ആർ പ്രൈമറി എന്ന് നമുക്ക് വിളിക്കാം. ഇനി എങ്ങാനും അവിടെ NH ഗ്രൂപ്പ് ആണുള്ളത് എന്നുണ്ടെങ്കിൽ ദേ ആർ സെക്കൻഡറി എന്ന് നമുക്ക് പറയാൻ പറ്റും. വെറും N മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, ഓക്കെ അല്ലേ, N മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ടെർഷ്യറി അമീൻസുമായിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഇല്ലല്ലോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? അമീൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ അമീൻസിൻ്റെ ക്ലാസിഫിക്കേഷനും ഇൻട്രൊഡക്ഷനും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നില്ല. ഇനി കുറച്ച് എക്സാമ്പിൾസ് ഓഫ് അമീൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ അമീനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഈഥൈൽ മീഥൈൽ അമീൻ. ഇതൊരു എന്ത് നെയിമാണിത്? ഇത് കോമൺ നെയിമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഇതെന്താണ്? ഇതൊരു കോമൺ നെയിമാണ്, ഈഥൈൽ മീഥൈൽ അമീൻ. നെക്സ്റ്റ് വൺ നമുക്ക് എല്ലാവർക്കും അറിയുന്ന അനിലീൻ ആണ് നെക്സ്റ്റ് വൺ പറയുന്നത്. ദെൻ ഡൈഫിനൈൽ അമീൻ. ഓക്കെ അല്ലേ? ഇത്രയാണ് നമുക്ക് അമീൻസ് ഉള്ളത്. സോ ഇതൊക്കെ എക്സാമ്പിൾസ് ഓഫ് അമീൻസ് ആയിട്ട് നമുക്ക് തന്നു മാത്രം. ഇനി നമ്മൾ നോമൻക്ലേച്ചറിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് നോമൻക്ലേച്ചർ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്തൊക്കെയാണ്? IUPAC നെയിമിംഗ് ഉണ്ട്, കോമൺ നെയിമിംഗ് ഉണ്ട്. എന്താണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്? IUPAC നെയിമിങ്ങിൽ അമീൻസിനെ നമ്മൾ വിളിക്കുന്നത് എങ്ങനെയായിരിക്കും?
ആൽക്കനമീൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എങ്ങനെയാണ്? ആൽക്കനമീൻസ്. കോമൺ നെയിം ആണെങ്കിൽ നമ്മൾ എങ്ങനെ വിളിക്കും? ആൽക്കൈലമീൻ എന്നാണ് നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കുക. എന്താണ്? ആൽക്കൈലമീൻ. സോ ഈ കാര്യം നിങ്ങളെ മനസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വെക്കുക. ഓക്കെ അല്ലെ? ആൽക്കനമീൻ അല്ലെങ്കിൽ അരൈലമീൻ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ആൽക്കൈലമീൻ അല്ലെങ്കിൽ അരൈലമീൻ കോമൺ നെയിമിംഗിൽ. ഇനി CH3 CH2 NH2ന്റെ അപ്പോൾ എന്തായിരിക്കും അതിന്റെ IUPAC നെയിമിംഗ് വരുന്നുണ്ടായിരിക്കുക? നമ്മൾ ആൽക്കെയിൻ എന്ന് പറയുന്നതിൽ ആൽക്കെയിനിൽ നിന്നും ഈനെ കുറച്ചിട്ട് അവിടെ നമ്മൾ എന്താ കൂട്ടുന്നത്? അമീനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ആൽക്കെയിൻ E മൈനസ് എ അമീൻ അവിടെ കൂടി ചേർക്കുന്നു. സോ ഇവിടെ എന്താണ്? എഥനമീൻ ആയിരിക്കും അതിന്റെ IUPAC നെയിമിംഗ് വരുന്നത്. എന്താണ്? എഥനമീൻ. എന്തായിരിക്കും ഇതിന്റെ കോമൺ നെയിമിംഗ് വരുന്നത്? ഈഥൈലമീൻ ആയിരിക്കും കോമൺ നെയിം വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പ്രൊപ്പെയിൻ ആണ് നമുക്ക് കാണുന്ന ചെയിന്. സെക്കൻഡ് പൊസിഷനിൽ ആരുണ്ട്? അമിനോ ഗ്രൂപ്പ് ഉണ്ട്. സോ നമുക്ക് എങ്ങനെ എഴുതാം? പ്രൊപ്പാൻ 2 അമീൻ. എന്താണ്? പ്രൊപ്പാൻ 2 അമീൻ എന്ന് നമുക്ക് ഇവിടെ എഴുതാനായിട്ട് കഴിയും. ഇനി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എൻ മീഥൈൽ മെഥനമീൻ. എന്നുമായിട്ടാണ് ഇവിടെ ആര് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്? ഒരു CH3 ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ എങ്ങനെ വിളിക്കണം? അതിന്റെ പൊസിഷൻ അറിയാനായിട്ട് എൻ മീഥൈൽ, ദെൻ ഇവിടെ ഇതാരാണ്? മെഥനമീൻ. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ. സോ എൻ മീഥൈൽ മെഥനമീൻ ആണ് ഈ തന്നിട്ടുള്ളത്. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് എങ്ങനെ വിളിക്കേണ്ടി വരും? NN ഡൈമീഥൈൽ മെഥനമീൻ എന്ന് നമുക്ക് വിളിക്കാം. എന്താണ്? NN ഡൈമീഥൈൽ മെഥനമീൻ. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാവുന്നതാണ്. എന്ത് ഡൗട്ട് ആണെങ്കിലും നമുക്ക് അവിടെ സോൾവ് ചെയ്ത് തരാം. എനിക്കറിയുന്ന ആൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക് അവിടെ ആൻസറായി ഞാനും അവിടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ഇതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ഈ ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് നമ്മൾ കൂടുതൽ എന്ത് കൊടുക്കേണ്ടത്? പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സോ നമ്മൾ നമ്പറിങ് ചെയ്യുമ്പോൾ 1 2 3 എന്ന് നമ്മൾ വിളിക്കേണ്ടി വരും. സോ എങ്ങനെ വിളിക്കാം ഇതിനെ? നമുക്ക് എങ്ങനെ വിളിക്കാം? പ്രൊപ്പ് 2 in 1 അമീൻ. പ്രൊപ്പ് 2 in 1 അമീൻ എന്ന് നമ്മൾ വിളിക്കേണ്ടി വരും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, ഇതിനെ നമുക്കറിയാം ബെൻസീൻ വിത്ത് NH2 ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണത് അനിലീൻ. അതിന്റെ IUPAC നെയിമിങ് ശരിക്കും വരുന്നത് ബെൻസനമീൻ ആയിരിക്കും. പക്ഷെ കോമൺ നെയിം ആണ് ഇതിന്റെ. നമ്മൾ എന്താണ് കോമൺ നെയിമും നമ്മൾ എന്താ പറയുക IUPAC നെയിം ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് അനിലീൻ. സോ ഇവിടെ 4th പൊസിഷനിൽ ബ്രോമിൻ ഉണ്ട്. സോ നമുക്ക് ഇതിനെ എങ്ങനെ വിളിക്കാം? 4 ബ്രോമോ ബെൻസനമീൻ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ എന്ത് വിളിക്കാം? 4 ബ്രോമോ അനിലീൻ എന്ന് നമുക്കിതിനെ വിളിക്കാനായിട്ട് കഴിയും. ഇവിടെയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും വിളിക്കുന്നുണ്ടായിരിക്കുക? NN ഡൈമീഥൈൽ ബെൻസനമീൻ അല്ലെങ്കിൽ NN ഡൈമീഥൈൽ അനിലീൻ എന്ന് നമുക്കിതിനെ വിളിക്കാനായിട്ട് കഴിയും. എന്താണ്? NN ഡൈമീഥൈൽ അനിലീൻ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇതിൽ രണ്ടിലും വരാത്ത വേറൊരു ടൈപ്പ് ഓഫ് എന്താ പറയുക നമുക്ക് ഒരു കോമ്പൗണ്ട് ഉണ്ട്. അതിനെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ എനിക്കൊരു കോമ്പൗണ്ട് ഉണ്ട് CH2NH2. സോ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ അമിനോ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഹൈഡ്രോ കാർബൺ ചെയിൻ, ഏത് ചെയിനാണോ ലോങ്സ്റ്റ് ചെയിൻ ഉള്ളത് ആ ചെയിനിന് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് അതിന്റെ പൊസിഷൻ ഒക്കെ നോക്കിയിട്ട് അതിനെ നമ്മൾ പേര് കൊടുക്കും. അത് ഏത് ചെയിനാണ് ഇവിടെ വരുന്നത്? ഈഥെയിൻ ആണ് ഇവിടെ വരുന്നത്. സോ ഇതിന്റെ പേര് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയണം? ഈഥെയിൻ കംപ്ലീറ്റ് ആയിട്ട് പറയണം. 1,2 ഡൈഅമീൻ. എന്താണ്? ഈഥെയിൻ 1,2 ഡൈഅമീൻ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാനായിട്ട് കഴിയും. ഇനി ഇവർക്ക് രണ്ടുപേർക്ക് ഇടയിൽ 6 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ വിളിക്കും? ഹെക്സെയിൻ 1,6 ഡൈഅമീൻ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയാണ് എന്ത് വരുന്നത്? നമ്മുടെ എന്താ പറയുക അമീൻസിന്റെ നോമൻക്ലേച്ചർ വരുന്നത്. ക്ലിയർ? യെസ്. സോ നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് അമീൻസിലേക്കാണ്. സ്ട്രക്ചർ ഓഫ് അമീൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അമോണിയന്റെ സ്ട്രക്ചർ വരുന്നത് എങ്ങനെയായിരുന്നു? അമോണിയന്റെ സ്ട്രക്ചർ വരുന്നത് ഈസ് അമോണിയ. നമുക്കറിയാം ഇവിടെയുള്ള നമ്പർ ഓഫ് എന്താ പറയുക നമുക്ക് ഇവിടെ എഴുതാം നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? 4 ആണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണ്. പക്ഷെ ഇവരുടെ സ്ട്രക്ചർ ടെട്രാഹെഡ്രൽ ആണോ? അല്ല. കാരണം ഈ 4 പെയേഴ്സിൽ 3 ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണുള്ളത്. ഇവിടെ ആരുണ്ട്? നമ്മുടെ നൈട്രജന്റെ എന്താ പറയുക ഫ്രീ ആയിട്ടിരിക്കുന്ന 2 ഇലക്ട്രോൺസ് ഇവിടെ പ്രസന്റ് ആണ്. ഇതെന്താണ്? ലോൺ പെയേഴ്സ് ആണ്. സോ 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും ആണെങ്കിൽ അവരുടെ സ്ട്രക്ചർ വരുന്നത് എന്തായിരിക്കും? ട്രയഗണൽ
പിരമിഡലായിരിക്കും അവരുടെ സ്ട്രക്ചർ വരുന്നുണ്ടായിരിക്കുക. സോ അതുപോലെ തന്നെ നമ്മുടെ RNH2 അമീൻസിന്റെയും എന്താണ് ട്രൈഗണൽ പിരമിഡലാണ് അവരുടെ ഷേപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ ടെട്രൈഡൽ ബോണ്ട് ആംഗിളിനെക്കാട്ടും ചെറിയ ബോണ്ട് ആംഗിൾ ആണ്, വിച്ച് ഇസ് 108 ഡിഗ്രി ആണ് നമുക്കിവിടെ ബോണ്ട് ആംഗിൾ ആയിട്ട് നമ്മുടെ അമീൻസിന്റെ കാര്യത്തിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? യെസ്, ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് നോക്കേണ്ടത്, അതാണ് നമുക്കിവിടെ ഇന്ന് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്ന കാര്യം, വിച്ച് ഇസ് പ്രിപ്പറേഷൻ ഓഫ് അമീൻസ്. അമീൻസിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് നൈട്രോ ഗ്രൂപ്പ്. നമുക്കറിയാം നമുക്ക് എന്താ കിട്ടേണ്ടത്, NH2 ആയിട്ട് മാറുക ചെയ്യേണ്ടത്. സോ NO2നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ NH2 ആക്കി മാറ്റാനായിട്ട് കഴിയും. സോ അതെങ്ങനെയാണ് ആ റിഡക്ഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. സോ ഈ റിഡക്ഷൻ നമുക്ക് അരോമാറ്റിക്കിന്റെയും ആലിഫാറ്റിക്കിന്റെയും എന്തിൽ വേണമെങ്കിലും നമുക്ക് ഈ റിഡക്ഷൻ നടത്താം. ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിൾ അരോമാറ്റിക് ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ നൈട്രോബെൻസീൻ എടുത്തിട്ട് ഒന്നുകിൽ നമുക്ക് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ നടത്താം. എന്താണ് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ നമുക്ക് നടത്താം. എന്നിട്ട് എന്താക്കി മാറ്റാം, ഇവരെന്താക്കി മാറ്റാം, NO2നെ NH2 ആക്കി മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ മെറ്റൽസ് ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് ലൈക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ടിന്നിനെ നമ്മൾ HCl പ്രസൻസിൽ ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് റിഡക്ഷൻ നടത്താം. അയണിനെ HCl പ്രസൻസിൽ ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് റിഡക്ഷൻ നടത്താം. ഇതിൽ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് ഏതാണ്, അയണിനെ HCl പ്രസൻസിൽ ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് നമ്മളിവിടെ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്, പ്രിഫേർഡ് മെത്തേഡ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ അയേണിനെ HCl ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ഫോം ചെയ്യും, അവിടെ FeCl2 ഫോം ചെയ്യും. ഓക്കെ അല്ലേ? അയേൺ ആൻഡ് HCl ഇസ് ദ പ്രിഫേർഡ് മെത്തേഡ്. കാരണം എന്താ പറഞ്ഞേ, നമ്മളിവിടെ FeCl2നെ എന്ത് ചെയ്യാണ്, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുക ഇതിന്റെ റിസൾട്ട് ആയിട്ട്. സോ ഈ FeCl2ന് ദെൻ എന്ത് സംഭവിക്കും, ഹൈഡ്രോളിസിസ് സംഭവിക്കും. ഹൈഡ്രോളിസിസ് സംഭവിച്ചിട്ട് ഇവരെന്തുണ്ടാക്കും, HCl ഉണ്ടാക്കും. സോ ഇങ്ങനെ ഉണ്ടാക്കുന്ന HCl മതി നമുക്ക് എന്ത് ഇവിടെ യൂസ് ചെയ്യാനായിട്ട്. സോ നമ്മൾ തുടക്കത്തിൽ കുറച്ച് എമൗണ്ട് HCl എടുത്താലും നമുക്ക് ഈ റിയാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ Fe ആൻഡ് HCl റിയാക്ട് ചെയ്യുമ്പോൾ ഉള്ള ആ റിയാക്ഷൻ ആണ് നമ്മൾ ഒരു പ്രിഫേർഡ് മെത്തേഡ് ആയിട്ട് പറയാനായിട്ടുള്ള കാരണം. സോ റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ നടത്താം, അല്ലെങ്കിൽ മെറ്റൽസിനെ ആസിഡ്സിന്റെ പ്രസൻസിൽ നമുക്ക് ട്രീറ്റ് ചെയ്തിട്ടും ഈ റിഡക്ഷൻ നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാം. സോ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്താണ്, ഹോഫ്മാൻ അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. ഈ ഒരു മെത്തേഡിന്റെ ഇങ്ങനെ ഒരു പേര് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല. സോ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടാണ് ഹോഫ്മാൻ അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ്, അല്ലെങ്കിൽ അമോണോളിസിസ് എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള പേര്. ഓക്കെ, അങ്ങനെ ഹോഫ്മാൻ അമോണോളിസിസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അതുമായിട്ട് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാനാണ് ഞാൻ ഈ പേരും ഇവിടെ കൊടുത്തത്. സോ ഹോഫ്മാൻ അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ആൽക്കൈൽ ഹാലൈഡ്സിനെ അമോണോളിസിസ് നടത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ RX NH3 ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഈ എക്സിനെ ഇവിടുന്ന് മാറ്റിയിട്ട് നമ്മുടെ SN2 റിയാക്ഷൻ ഒക്കെ പോലെ നമ്മുടെ എക്സിനെ ഇവിടുന്ന് മാറ്റിയിട്ട് അമോണിയ ഇങ്ങോട്ട് കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? സോ ആദ്യം തന്നെ ഈ RX ശരിക്കും പറഞ്ഞാൽ അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നത്, നമുക്ക് ഉണ്ടാവുന്നത് NH3+X- ഇങ്ങനെയാണ് ഇവരുണ്ടായിരിക്കുക. ഈ ഉണ്ടായ ആളെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു ബേസുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എന്താക്കി മാറ്റാൻ പറ്റും, RNH2 ആക്കി മാറ്റാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. എന്നിട്ട് ഈ RNH2 ഇവിടെ നിൽക്കോ ഇല്ല, ഇവർ അഗെയിൻ ഒരു ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്തിട്ട് അടുത്ത RXലായിട്ട് എന്ത് ചെയ്യും, ബോണ്ട് ഫോം ചെയ്യും. എന്നിട്ട് ഈ എക്സിനെ ഇവിടുന്ന് കളഞ്ഞിട്ട് ഇവിടുന്ന് ഒരു ഹൈഡ്രജനെയും കളഞ്ഞിട്ട് RNR ആയിട്ട് മാറും. എഗെയിൻ അവരെന്ത് ചെയ്യും, അടുത്ത RX ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് R3N ആയിട്ട് മാറും. എഗെയിൻ അടുത്ത RX ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് R4N+X- ആയിട്ട് മാറും. ഇങ്ങനെ ഈ റിയാക്ഷൻ ഒരു സൈക്കിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു സീരീസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടും, മിക്സ്ചർ ഓഫ് പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെർഷ്യറി അമീൻ ആൻഡ് ക്വാട്ടേണറി അമോണിയം സോൾട്ട് വരെ നമുക്കിവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് എങ്ങാനും ഈ ഒരു റിയാക്ഷൻ ഈ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓക്കെ അല്ലെ, ഇൻ ഓർഡർ ടു സ്റ്റോപ്പ് ദിസ് റിയാക്ഷൻ നമ്മൾ ഇവിടെ എഴുതി തരാം, ഇൻ ഓർഡർ ടു സ്റ്റോപ്പ് ദിസ് റിയാക്ഷൻ
അറ്റ് പ്രൈമറി അമീൻ ലെവലിൽ നമുക്ക് ഈ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇയാൾ അടുത്ത ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്തിട്ട് RX ആയിട്ട് ബോണ്ട് ഫോം ചെയ്യാണ്. സോ ശരിക്കും ഇവിടെ ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യുന്ന ആളാരാണ്? അമോണിയയാണ്. RNH2 ആയപ്പോൾ RNH2 ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്തു. സോ പ്രൈമറി അമീൻ മാത്രമേ നമുക്ക് വേണ്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു ടേക്ക് in the excess of അമോണിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഒരു RNH2 ഈ RX ആയിട്ട് റിയാക്ട് ചെയ്യുന്നതിന് പകരം എക്സസ് അമൗണ്ടിലുള്ള അമോണിയ തന്നെ വന്ന് എന്ത് ചെയ്തോളും? ഇവരൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്തോളും. സോ RNH2 എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ റിയാക്ട് ചെയ്യാൻ ഒരു സ്പേസ് അവിടെ കിട്ടില്ല. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രൈമറി അമീൻ മാത്രം നമുക്ക് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ഇവിടുത്തെ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് മിക്സ്ചർ ഓഫ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൻഡ് ക്വാട്ടർണറി അമോണിയം ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്. സോ ഇത്രയാണ് നമ്മുടെ എന്തുള്ളത്, നമ്മുടെ ഹോഫ്മാൻ അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് നമ്മുടെ റിഡക്ഷൻ ഓഫ് നൈട്രോ ഗ്രൂപ്പ് ആണ്. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞു എന്താണ്, ഹോഫ്മാൻ അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അമോണോളിസിസ് ഓഫ് ബെൻസൈൽ ക്ലോറൈഡ്. ആദ്യം നമ്മൾ ബെൻസൈൽ ക്ലോറൈഡ് വരക്കാൻ നമുക്കറിയണം. സോ ബെൻസൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? CH2Cl. ഇതായിരിക്കും ബെൻസൈൽ ക്ലോറൈഡിന്റെ സ്ട്രക്ചർ. ഇതിന്റെ അമോണോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരായിട്ട് റിയാക്ട് ചെയ്യാണ്? അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്യാണ്. ഇതങ്ങനെ അമോണിയയായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അവസാനം കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? നമ്മുടെ CH2NH2. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ദെൻ അഗെയിൻ ഇത് എന്ത് ചെയ്യാം? അടുത്ത ഈ ഒരു കോമ്പൗണ്ട് ആയിട്ട് റിയാക്ട് ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യാണ്? റിയാക്ഷൻ ഓഫ് അമീൻ സോ ഫോംഡ് വിത്ത് 2 moles ഓഫ് CH3Cl. ഓക്കെ, 2 moles ഓഫ് CH3Cl ആയിട്ട് ഇവർ റിയാക്ട് ചെയ്യുന്നുണ്ട്. സോ ആദ്യം 1 mole CH3Cl ആയിട്ട് റിയാക്ട് ചെയ്താൽ ഒരു ഹൈഡ്രജൻ ഇവിടുന്ന് റീപ്ലേസ് ചെയ്തിട്ട് CH3 അങ്ങോട്ട് വരും. സോ എന്തായിട്ട് മാറും സ്ട്രക്ചർ എങ്ങനെയായിട്ട് മാറും? എടാ നിങ്ങൾക്ക് ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ, കമന്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, യെസ്. ഈ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്തു. ഇനി അടുത്ത മോള് CH3Cl കൂടെ ആയിട്ട് ഇവർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഹൈഡ്രജനും കൂടെ റിമൂവ് ചെയ്തിട്ട് അവിടെ ആര് വരും? നമ്മുടെ CH3 കയറി വരും. അതായിരിക്കും നമ്മുടെ അവസാനത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ CH2N, ഒരു CH3 ഇവിടെ, അടുത്ത CH3 ഇവിടെ. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പേര് നമുക്ക് എങ്ങനെ വിളിക്കാം? നമുക്ക് പറയാനായിട്ട് കഴിയും. എങ്ങനെയാണ്? യെസ്, NN ഡൈമീഥൈൽ. നമ്മുടെ എന്താണ് ഇവിടെ? ബെൻസീൻ ഉണ്ട്, CH2 ഉണ്ട്, നൈട്രജൻ ഉണ്ട്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. നെക്സ്റ്റ് വൺ നമുക്കുള്ള അനദർ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. സോറി, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. മിക്സ്ചർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പ്രൈമറി ആൻഡ് സെക്കൻഡറി, ടെർഷ്യറി ആൻഡ് ക്വാട്ടേണറി അമോണിയം സോൾട്ട്. ഇവരെല്ലാവരും കൂടെ ഉള്ള എന്താണ് നമുക്ക് കിട്ടുന്നത്? ഒരു മിക്സ്ചർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പ്രൈമറി അമീൻ ഈസ് ഒബ്റ്റൈൻഡ് ആസ് എ മേജർ പ്രോഡക്റ്റ് ബൈ ടേക്കിംഗ് ലാർജ് എക്സസ് ഓഫ് അമോണിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈമറി അമീനിനെ മേജർ പ്രോഡക്റ്റ് ആക്കി നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ പ്രിപ്പറേഷൻ മെത്തേഡിലേക്ക് നമ്മൾ പോവാണ്. വിച്ച് ഈസ് റിഡക്ഷൻ ഓഫ് നൈട്രൈൽസ് ആണ് നമ്മുടെ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് നെക്സ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ? റിഡക്ഷൻ ഓഫ് നൈട്രൈൽസ്. എന്താണ് നൈട്രൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നൈട്രൈൽസ് എന്ന് നമ്മൾ വിളിക്കുന്നത് ആരെയാണ്? നമ്മുടെ സയനൈഡിനെ, CN-നെയാണ് നമ്മൾ നൈട്രൈൽസ് എന്ന് വിളിക്കുന്നത്. ആരാണ് ഐസോനൈട്രൈൽ? അപ്പോൾ ആരായിരിക്കും? NC ആയിരിക്കും ഐസോനൈട്രൈൽ എന്ന് പറയുന്നത്. സോ റിഡക്ഷൻ ഓഫ് നൈട്രൈൽസിൽ നമുക്ക് പറയാൻ പറ്റും, ഒന്നുകിൽ നമുക്ക് കാറ്റലറ്റിക് ഹൈഡ്രോജനേഷൻ നടത്താം, അല്ലെങ്കിൽ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് പോലെയുള്ള റെഡ്യൂസിങ് ഏജൻസിനെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആൽക്കഹോളിക് NaOH അല്ലെങ്കിൽ ആൽക്കഹോളിക് സോഡിയം അല്ലെങ്കിൽ ആൽക്കഹോളിക് പൊട്ടാഷ്യം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാം? ഇവരെ ട്രീറ്റ് ചെയ്യിപ്പിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. എന്തായിട്ട് മാറും? CH3C ട്രിപ്പിൾ ബോണ്ട് എന്നുള്ളത് CH3CH2NH2 ആയിട്ട് മാറും. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന അമീനിന് 1 കാർബൺ കൂടുതലുള്ള ആളായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അതായത് നമ്മളിപ്പോൾ എടുക്കുന്നത് CH3CN ആണെങ്കിൽ ഈ CN-നും റിഡക്ഷൻ നടന്നിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? അത് CH2 ആയിട്ട് മാറുന്നുണ്ട്. സോ 1 കാർബൺ മോർ ദാൻ ഇനീഷ്യൽ R ഗ്രൂപ്പ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന അമീൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ നമ്മൾ ഇപ്പം ഒരു അസറ്റോനൈട്രൈലിന് പകരം നമ്മളിപ്പോൾ എടുക്കുന്നത് ഈഥൈൽ നൈട്രൈൽ ആണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന എന്തായിരിക്കും? പ്രൊപ്പനമീൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുന്നത് CH3
CH2CN ആണ്. ഇതിനെ ഞാൻ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കിട്ടുന്ന അമീൻ ആരാണ്? CH3CH2CH2NH2 ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്ന അമീൻ എന്ന് പറയുന്നത്. സോ ഇതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനൊക്കെ ബേസ് ചെയ്തിട്ട് ഒരുപാട് കൺവേർഷൻ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ കൺവേർഷൻ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഇപ്പോൾ ചോദിക്കുകയാണ് ആരെങ്കിലും, ഈ ഒരു റിഡക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കേട്ടോ മെൻഡിയസ് റിഡക്ഷൻ എന്നാണ് നമ്മൾ ഈ ഒരു റിഡക്ഷനെ വിളിക്കുന്ന പേര്. എന്താ വിളിക്കുക? മെൻഡിയസ് റിഡക്ഷൻ. അതായത് നമ്മൾ ആൽക്കഹോളിക് സോഡിയം ആയിട്ട് നമ്മൾ ഈ ഒരു റിയാക്ഷനാണ് നമ്മൾ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മെൻഡിയസ് റിഡക്ഷൻ. ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല. മെൻഡിയസ് റിഡക്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത് ബേസ് ചെയ്തിട്ട് നമുക്കൊരു എന്താ പറയുക കൺവേർഷൻ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് എങ്ങനെയാണ് CH3CH2Cl പ്രൊപ്പനമീനാക്കി മാറ്റുന്നത്? എങ്ങനെ CH3CH2Cl പ്രൊപ്പനമീനാക്കി മാറ്റാം? എങ്ങനെ നമുക്ക് മാറ്റാനായിട്ട് കഴിയും? ഒരു മിനിറ്റ്, ഞാനൊരു സ്ലൈഡ് ഇവിടെ ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഓക്കെ യെസ്, ഞാനൊരു സ്ലൈഡും കൂടെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ടേ. ഓക്കെ യെസ്, ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതിത്തരാം. ഓക്കെ how can you convert CH3CH2Cl to എന്ത് പ്രൊപ്പനമീൻ ആക്കി എങ്ങനെ മാറ്റും എന്നാണ് ചോദ്യം. സോ നമുക്കുള്ളത് ആരാണ്? CH3CH2Cl. നമുക്ക് കിട്ടേണ്ട പ്രോഡക്റ്റിൽ എത്ര കാർബൺ ആറ്റം? 3 കാർബൺ ആറ്റം. ഇവിടെ എത്ര കാർബൺ ആറ്റേ ഉള്ളൂ? 2 ആളേ ഉള്ളൂ. സോ നമുക്ക് ഒരു കാർബൺ ആറ്റം കൂടെ കൂട്ടണമെങ്കിൽ നമുക്ക് അറിയാം ഇതിനെ സയനൈഡ് ആക്കി മാറ്റിയിട്ട് അതിന്റെ റിഡക്ഷൻ നടത്തിയാൽ മതി. സോ ഇതിനെ സയനൈഡ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ KCN അല്ലെങ്കിൽ NaCN ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യിപ്പിച്ചാൽ മതി? ട്രീറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. സോ ഇതിന് NaCN ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് നടക്കും? നമ്മുടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടന്നിട്ട് CH3CH2CN ആക്കി മാറും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി? ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡുമായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറൂടാ? CH3CH2CH2NH2 ആയിട്ട് മാറും. ദിസ് ഈസ് വാട്ട് ഈസ് പ്രൊപ്പനമീൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? യെസ്, നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിലേക്ക് നമ്മൾ പോവാണ്, വിച്ച് ഈസ് റിഡക്ഷൻ ഓഫ് അമൈഡ്. അമൈഡിന്റെ റിഡക്ഷൻ ആണ് നെക്സ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ CO എന്ന് പറയുന്നത് ഇവിടെ എത്തുമ്പോൾ ആരാവുക ചെയ്യുന്നത്? CH2 ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? യെസ്. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ന് പറയുന്ന നമ്മുടെ റെഡ്യൂസിങ് ഏജന്റുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് അമൈഡ് എന്തായിട്ട് മാറും? അമീനായിട്ട് മാറും. അതായത് ഞാനിപ്പോൾ എടുക്കുന്നത് അതായത് എനിക്കൊരു പ്രൊപ്പനമീൻ കിട്ടണമെങ്കിൽ, പ്രൊപ്പനമീനെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഏത് അമൈഡിനെ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് അമൈഡിനെ ഞാൻ എടുക്കേണ്ടത്? CH3CH2C∪O⁻NH2. ഇതിനെ ഞാൻ എടുത്താലാണ് എനിക്ക് എന്ത് കിട്ടുക? പ്രൊപ്പനമീൻ എന്ന് എനിക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അതായത് ഇവിടെയും കൂടെ അതെന്തായിട്ട് മാറണം? CH2 ആയിട്ട് മാറണം. സോ നിങ്ങൾ എന്താ ആലോചിച്ചാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ NH2ന്റെ തൊട്ടപ്പുറത്തുള്ള ആളെ നിങ്ങൾ C∪O ആക്കി മാറ്റുക. അതാണ് നമ്മുടെ ഏത്? അമൈഡ്. ആ അമൈഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട അമീൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അതായത് ഇവിടെ നിങ്ങളോട് പ്രൊപ്പനമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CH3CH2CH2NH2 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ നമുക്കറിയാം ഇയാളാണ് എന്ത്? പണ്ട് കാർബണൈലായിട്ട് നിന്ന ആള്. അയാൾക്ക് റിഡക്ഷൻ സംഭവിച്ചിട്ടാണ് എന്തായത്? ഇത് CH2 ആയത്. സോ നിങ്ങൾ ജസ്റ്റ് അത് മാറ്റി കൊടുത്തിട്ട് C∪O ആക്കിയാൽ മതി. നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മുടെ സ്റ്റാർട്ടിങ് അമൈഡിനെ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് റിഡക്ഷൻ ഓഫ് അമൈഡ്. സോ നമ്മുടെ പ്രിപ്പറേഷൻ ഓഫ് അമീൻസിലെ ലാസ്റ്റ് 2 പ്രിപ്പറേഷൻ മെത്തേഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, വിച്ച് ഇസ് ഫസ്റ്റ് വൺ ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. ഈ താലിമൈഡ് എന്താന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ ആൽഡിഹൈഡ് ചാപ്റ്റർ പഠിച്ചപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമീൻസ് ചാപ്റ്ററിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും എന്താണ് താലിമൈഡ് എന്നുള്ളത്. സോ നമുക്ക് ആദ്യം കിട്ടിയിരുന്നത് എന്തായിരുന്നു? നമുക്ക് ആദ്യം ഇവരെന്താക്കി മാറ്റി? നമ്മൾ C∪O⁻NH2 ആക്കി മാറ്റി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അഗെയിൻ ഇവിടെയും എന്തുണ്ടായിരുന്നു? C∪O⁻NH2 ഉണ്ടായിരുന്നു. ഇവരെന്നിട്ട് 1 മോളിക്യൂൾ ഓഫ് അമോണിയനെ ഇവിടുന്ന് റിലീസ് ചെയ്തിട്ട് ഇവരെന്തായിട്ട് മാറി? താലിമൈഡ് ആയിട്ട് മാറി. താലിമൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C∪O ഇവിടെ
സി ഡബിൾ ബോണ്ട് ഓ. ഇവിടെ രണ്ടുപേരും കൂടെ ആരുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടോ? NH-ഉമായിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. ഇതാണ് എന്ത്? താലിമൈഡ് എന്ന് പറയുന്നത്. സോ ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് പ്രകാരം നമുക്ക് ആരെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്? ദാറ്റ് ഈസ് എ ഗുഡ് മെത്തേഡ് ടു ഫോം പ്രൈമറി ആലിഫാറ്റിക് അമീൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രൈമറി ആലിഫാറ്റിക് അമീൻസിനെ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ നടക്കുന്നത് ഈസ് അക്കോർഡിംഗ് ടു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ മോളിക്യുലാർ അല്ലെങ്കിൽ SN2 മെക്കാനിസം വഴിയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. നമുക്കറിയാം അരോമാറ്റിക് ആൽക്കൈൽ ഹാലൈഡ്സ് ഒന്നും തന്നെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നില്ല അറ്റ് നോർമൽ കണ്ടീഷൻസ്. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? RX-ന് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും, പക്ഷേ ARX-ന് നമുക്ക് ഒരിക്കലും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താനായിട്ട് കഴിയില്ല. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താലിമൈഡിനെ ആദ്യം നമ്മളൊരു പൊട്ടാഷ്യം സോൾട്ട് ആക്കി മാറ്റും. അതിന് നമ്മൾ RX-ഉമായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവിടെ നടക്കുന്നത് ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ ആ R ഗ്രൂപ്പ് ഏതാണോ അതിനനുസരിച്ചുള്ള അമീൻ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ അല്ലേ? ഇതെന്താന്നുള്ള കാര്യം ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അരോമാറ്റിക് ഇത് ആദ്യം നമുക്ക് ഈ ഒരു പോയിന്റ് വായിച്ചു നോക്കാം. Aromatic primary amines cannot be prepared because aryl halides do not undergo nucleophilic substitution reaction with the anion formed by താലിമൈഡ്. അതായത് ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്താണ്? നമ്മുടെ താലിമൈഡ് ഇവിടെ ഉണ്ട്. താലിമൈഡിനെ നമ്മൾ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ പൊട്ടാഷ്യം സോൾട്ട് ഓഫ് താലിമൈഡ് നമുക്ക് കിട്ടും. ഈ പൊട്ടാഷ്യം സോൾട്ട് ഓഫ് താലിമൈഡ് ആണ് RX-ഉമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് എന്താ സംഭവിക്കുക? ഈ നെഗറ്റീവ് ചാർജ് ഇവിടുന്ന് പോകുന്നു, ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരുന്നു. സോ എന്തായിട്ട് മാറും? സി ഡബിൾ ബോണ്ട് ON R ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടി? N ആൽക്കൈൽ താലിമൈഡ് നമുക്ക് കിട്ടി. ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്വസ് ബേസുമായിട്ട് നമ്മൾ ഇതിനെ എഗെയിൻ ട്രീറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ എന്തായിട്ട് മാറും? ഇവര് RNH2 ആയിട്ട് ഇവരെന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഇത് നമ്മുടെ എന്തായിട്ട് മാറും? സി ഡബിൾ ബോണ്ട് ONA സി ഡബിൾ ബോണ്ട് ONA ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്ന R ആരാണോ അയാൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമീനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇവിടെ പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്. സോ ഇയാൾക്ക് എന്താ ഇവിടെ സംഭവിച്ചത്? SN2 മെക്കാനിസം ആണ് ഇവിടെ സംഭവിച്ചത്, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. നമ്മളിപ്പോൾ ആരെടുക്കുകയാണെങ്കിൽ ഒരു അരൈൽ ഗ്രൂപ്പിനെ എടുക്കുകയാണെങ്കിൽ ഈ റിയാക്ഷൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അരോമാറ്റിക് അമീൻസിന് അല്ലെങ്കിൽ അരൈൽ അമീൻസിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഈ ഒരു റിയാക്ഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. അരൈൽ അമീൻസിനെ ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. പ്രൈമറി ആലിഫാറ്റിക് അമീൻസിനെ ഉണ്ടാക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് ഇത് നമ്മുടെ ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ നമുക്കുള്ളത് എന്താണ്? ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഹെഡിങ്ങിൽ അല്ലെങ്കിൽ പേരിൽ തന്നെയുണ്ട് ഒരു ഡീഗ്രഡേഷൻ. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. എന്താ ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ ഇറ്റ് ഈസ് ടു പ്രിപ്പയർ പ്രൈമറി അമീൻസിനെ പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡാണിത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അമൈഡിനെ എടുത്തിട്ട് ബ്രോമമൈഡ് എന്ന് പറയുന്നുണ്ടല്ലോ. സോ നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആരാണ്? ഇവിടെയും അമൈഡ് തന്നെയാണ്. ബ്രോമീൻ ആൻഡ് ബേസുമായിട്ട് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഈ സി ഡബിൾ ബോണ്ട് O ഇവിടുന്ന് എന്ത് ചെയ്യും? റിലീസ് ചെയ്തിട്ട് RNH2 ആയിട്ട് മാറും. എന്തായിട്ട് മാറും? RNH2 ആയിട്ട് മാറും. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇന്റർചേഞ്ചിങ് ഓഫ് ദ ബോണ്ട് ഓഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ് വിത്ത് കാർബണൈൽ ആൻഡ് നൈട്രജൻ. അതായത് ഈ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഈ കാർബണൈൽ ആയിട്ടുള്ള ബോണ്ട് വിട്ടിട്ട് എങ്ങോട്ട് വരികയാണ്? നൈട്രജനായിട്ട് ബോണ്ട് ഫോം ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെ ഇവരെന്തായിട്ട് മാറും? RNH2 ആയിട്ട് മാറും. ബാക്കി നമുക്ക് Na2CO3 ആൻഡ് 2NaBr ആൻഡ് വാട്ടർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ബൈ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇന്റർചേഞ്ചിങ് ഓഫ് ദ ബോണ്ട് ബിറ്റ്വീൻ ദ ആൽക്കൈൽ ആൻഡ് ദ അമിനോ ഗ്രൂപ്പ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? ഇന്റർചേഞ്ചിങ് ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ alkyl group and amino group. Okay, yes, ഇതാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ സംഭവിക്കുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. പ്രൊപ്പിയോണമൈഡ് ഓൺ ഹോഫ്മാൻ ഡീഗ്രഡേഷൻ റിയാക്ഷൻ ഗിവ്സ്. പ്രൊപ്പിയോണമൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ സ്ട്രക്ചർ? CH3CH2 സി ഡബിൾ ബോണ്ട് ONH2. നമുക്കറിയാം ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ എന്ന് നമ്മൾ വിളിക്കാൻ കാരണം എന്താണ്? ഈ ഒരു കാർബണൈൽ ഗ്രൂപ്പ് നമ്മുടെ പ്രോഡക്റ്റിൽ ഉണ്ടാവില്ല, അതിന് ഡീഗ്രേഡ് ചെയ്ത് അത് പോകുന്നുണ്ട്. സോ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് CH3CH2NH2 ആയിരിക്കും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എഥനമീൻ
അമീൻ അല്ലെങ്കിൽ ഈഥൈൽ അമീൻ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഡൗട്ട്സ് ഇല്ലല്ലോ? യെസ്. നെക്സ്റ്റ് വൺ, സോ ഇത്രയാണ് നമ്മുടെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻസ് ആണ്. അമീൻസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടി പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ എന്ത് പറയും, അതിന്റെ എന്താ പറയുക, ഫിസിക്കൽ സ്റ്റേറ്റ്, ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, അതിന്റെ സോല്യൂബിലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ അവരുടെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ കാര്യമാണ്. ഓക്കെ അല്ലേ? സോ ഹൈഡ്രജൻ ബോണ്ടിങ് നമ്മുടെ എന്താ പറയുക അമീൻസിന്റെ കേസിൽ എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് വീക്കർ ആസ് കമ്പയർഡ് ടു നമ്മുടെ വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ വീക്കർ ആണ്. പക്ഷേ പ്രൈമറി അമീൻ ആണെങ്കിൽ ഓൾക്ക് എന്തുണ്ടാവും? കൂടുതൽ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. കാരണം ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റംസ് പ്രസന്റ് ആണ്. സോ ഇതിനെന്ത് ചെയ്യാം? അടുത്ത നൈട്രജനായിട്ട് എന്ത് ചെയ്യാം? ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യാം. ക്ലിയർ അല്ലേ? സെക്കൻഡറി അമീനിലേക്ക് വരുമ്പോൾ അത്രത്തോളം ഹൈഡ്രജൻ ബോണ്ടിങ് എന്തല്ല? പോസിബിൾ അല്ല. ടെർഷ്യറി അമീനിലേക്ക് വരുമ്പോൾ തീരെ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. കാരണം അവിടെ ഒരു ഹൈഡ്രജൻ പോലും പ്രസന്റ് അല്ല. ഇൻ ടെർഷ്യറി അമീൻ ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡർ ഇപ്പോൾ പെട്ടെന്ന് പറയാനായിട്ട് കഴിയും. പ്രൈമറി അമീൻ ആയിരിക്കും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടായിരിക്കുക. കാരണം പ്രൈമറി അമീനിന്റെ മോളിക്യൂൾസിന്റെ ഇടയിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ വോളറ്റിലിറ്റിന്റെ ഓർഡർ എന്തായിരിക്കും? നേരെ തിരിച്ചായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ആരാണോ ലെസ് ബോയിലിംഗ് പോയിന്റ് ഉള്ള ആള് അയാൾക്കായിരിക്കും കൂടുതൽ വോളറ്റിലിറ്റി ഉണ്ടായിരിക്കുക. സോ ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആയിരിക്കും എന്തിന്റെ ഓർഡർ? വോളറ്റിലിറ്റിന്റെ ഓർഡർ വരുന്നുണ്ടായിരിക്കുക. ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഇങ്ങനെ ആവാൻ കാരണം എന്താണ്? ഡ്യൂ ടു മോർ ഹൈഡ്രജൻ ബോണ്ടിങ് in case of പ്രൈമറി അമീൻ. പ്രൈമറി അമീൻസിന്റെ കേസിൽ കൂടുതൽ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആയതുകൊണ്ട് തന്നെ അവരുടെ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കാം. ഇനി സോല്യൂബിലിറ്റിന്റെ കേസ് നോക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്ത് ലോവർ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ആളുകൾ എന്തായിരിക്കും? വാട്ടറിൽ സോല്യൂബിൾ ആയിരിക്കും. കാരണം ലോവർ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹൈഡ്രോഫോബിക് എൻഡ് എന്താണ്? ചെറുതാണ്. ഹയർ ആവുന്ന സമയത്ത് ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ഗ്രൂപ്പാണ്? ഹൈഡ്രോഫോബിക് ഗ്രൂപ്പാണ്. സോ ഹൈഡ്രോഫോബിക് ഗ്രൂപ്പിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് സോല്യൂബിലിറ്റി എന്താ ചെയ്യുക? കുറയുക ചെയ്യുക. കാരണം അവരെന്താണ്? വാട്ടറുമായിട്ട് സോല്യൂബിൾ അല്ല, അല്ലെങ്കിൽ വാട്ടറുമായിട്ട് സോല്യൂബിൾ ആവാത്ത ഭാഗത്തിന്റെ വലുപ്പമാണ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും നമ്മുടെ എന്ത് ചെയ്യും? അമീൻസിന്റെ സോല്യൂബിലിറ്റിയും കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, സോ സോല്യൂബിലിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും എഗെയിൻ പ്രൈമറി അമീൻസ് ആയിരിക്കും കൂടുതൽ സോല്യൂബിൾ ദാൻ സെക്കൻഡറി അമീൻ ദാൻ ടെർഷ്യറി അമീൻ. കാരണം പ്രൈമറി അമീൻസിൽ 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് തന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്റ്റെൻസീവ് ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് പോസിബിൾ വിത്ത് വാട്ടർ. ക്ലിയർ അല്ലേ? സെക്കൻഡറി അമീനും എന്ത് ചെയ്യാം? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാം. ടെർഷ്യറി അമീൻ എന്താണ്? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കുന്നത് കുറവായിരിക്കും. ക്ലിയർ? ഓക്കെ, അഗെയിൻ നമുക്ക് പറയാം ഓർഡർ ഓഫ് സോല്യൂബിലിറ്റിയും അപ്പം വരുന്നത് പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി ആയിരിക്കും. സോ അത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ടെർഷ്യറി അമീൻസ് ഹാവ് ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ് അമംഗ് ഐസോമറിക് അമീൻസ് ബിക്കോസ് എന്തുകൊണ്ടാണ് ടെർഷ്യറി അമീൻസിന്റെ ബോയിലിംഗ് പോയിന്റ് കുറയാനായിട്ടുള്ള കാരണം? അവരുടെ ഹൈഡ്രജൻ ബോണ്ടിങ് എന്താണ്? കുറവാണ്. ദേ ഹാവ് ഹയസ്റ്റ് മോളിക്കുലാർ മാസ് അല്ല, ദേ ഡു നോട്ട് ഫോം ഹൈഡ്രജൻ ബോണ്ട്സ് ആണ് നമ്മുടെ റീസൺ എന്ന് പറയുന്നത്. ദേ ആർ മോർ പോളാർ ഇൻ നേച്ചർ? നോ, ദേ ആർ നോട്ട് ബേസിക് ഇൻ, ദേ ആർ മോസ്റ്റ് ബേസിക് ഇൻ നേച്ചർ? അതൊന്നുമല്ല. അവരുടെ ബോയിലിംഗ് പോയിന്റിനെ എന്താ പറയുക ബാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? ദേ ഡു നോട്ട് ഫോം ഹൈഡ്രജൻ ബോണ്ട് എന്നുള്ളതാണ് അതിന്റെ റീസൺ നമുക്ക് പറയാൻ പറ്റുന്നത്. പ്രൈമറി ആൻഡ് സെക്കൻഡറി അമീൻസ് ക്യാൻ ഫോം ഹൈഡ്രജൻ ബോണ്ട് വെറാസ് ടെർഷ്യറി അമീൻസ് ഫെയിൽസ് ടു ഡു സോ. ക്ലിയർ? hence their boiling point are the lowest എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ വേദാന്തു ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഏതൊരു ക്ലാസ് ഇട്ട് കഴിഞ്ഞാലും ആ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലേ? സോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ വീക്ക് ക്വിസ് ത്രൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു വീക്ക് ക്വിസിൻ്റെ ലിങ്ക്. സോ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീക്ക് ക്വിസ് വേഗം അറ്റൻഡ് ചെയ്തിട്ട് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ സോൾവ് ചെയ്യാനായിട്ട് കഴിയും.
കഴിയും. സോ നിങ്ങൾക്ക് എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം ഇതിനെക്കുറിച്ച് അറിവുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സെൽഫ് അനാലിസിസ് നിങ്ങൾക്ക് അവിടെ പോസിബിൾ ആയിരിക്കും. സോ അതിനായിട്ടാണ് നമ്മുടെ ഈ ഒരു വേദാന്തു ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കാം. അതുപോലെ നമ്മുടെ ടെലഗ്രാമിന്റെ കാര്യം പറയുകയാണെങ്കിലും ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി നോട്ട്സ്, ഡെയിലി ക്വസ്റ്റ്യൻസ്, വീക്ക്ലി ക്വിസ്, വീക്ക്ലി ലൈവ്, എക്സ്ക്ലൂസീവ് അസൈൻമെന്റ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വേദാന്തു മലയാളം ടെലഗ്രാം ഗ്രൂപ്പ് ത്രൂ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുവരെ നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറിയിട്ട് വേഗം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് നിങ്ങൾ ജോയിൻ ചെയ്യുക. നോട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ പ്ലീസ് ഗിവ് ദിസ് വീഡിയോ എ ബിഗ് തംസ് അപ്പ്. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ദ വീഡിയോ ഓൾസോ. അപ്പോൾ യെസ്, ഇത് നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസും കാര്യങ്ങളും, ക്ലാസ് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാവുന്നതാണ്. കമൻറ്റ് ബോക്സ് ഇസ് യുവേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, യെസ്. So that's it from my end for today. This is me, Shivila, signing off from Vedanta Malayalam. See you again another day with another topic. Till then, ta-ta and bye-bye.